തന്നെ ഉള്ളു തുറന്ന് ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് KN ഉണ്ണികൃഷ്ണനെയാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വീകാര്യ പോരാട്ടങ്ങളുടെ നടുവിൽ നിന്ന് വരുന്ന യുവ പോരാളികളെയും ത്യാഗത്തിന്റെയും മികവുറ്റ പാർലമെന്ററി പ്രവർത്തനത്തിന്റെയും അനുഭവ സമ്പത്തുള്ള പ്രഗത്ഭരെയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ സഖാവ് KN ഉണ്ണികൃഷ്ണനെയാണ് മത്സരിപ്പിക്കുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. സഖാവ് KN ഉണ്ണികൃഷ്ണനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. നിങ്ങൾ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരാളുടെ പ്രശ്നം തന്റെ പ്രശ്നത്തെക്കാൾ മുഖ്യമെന്ന് തിരിച്ചറിഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് സഖാവ് KN ഉണ്ണികൃഷ്ണനെയാണ്. സഖാവ് KN ഉണ്ണികൃഷ്ണന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് ഉണ്ണികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തൃപ്പൂണിത്തുറ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഇതുവഴി കടന്നു വരികയാണ്. സംശുദ്ധ പൊതുപ്രവർത്തനത്തിന്റെ പ്രതീകമായ സഖാവ് KN ഉണ്ണികൃഷ്ണൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിരുകൾക്കപ്പുറം സ്നേഹ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിനുടമയായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് KN ഉണ്ണികൃഷ്ണനെയാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾ അനുഗ്രഹിക്കുക. തൃപ്പൂണിത്തുറയുടെ സമഗ്രമായ വികസനത്തിന് മുതൽക്കൂട്ടാകും എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കാക്കുന്നു. നിങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഉണ്ണികൃഷ്ണൻ സംസാരിക്കും. പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ സഖാവ് ഷിബു, സഖാവ് സുന്ദരൻ, മറ്റ് നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ആകാശത്ത് നിന്നും പൊട്ടിവീണതോ ഭൂമിയിൽ നിന്നും തനിയെ മുളച്ചു വന്നതുമായ ഒരു പൊതുപ്രവർത്തകനല്ല ഞാൻ. വർഷങ്ങളോളം തൃപ്പൂണിത്തുറ മണ്ഡലവുമായി വൈകാരികമായ ആത്മബന്ധം പുലർത്തുന്ന ഒരു എളിയ സാമൂഹ്യ പ്രവർത്തകനാണ്. എൻ്റെ പിതാവ് ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായ നെട്ടൂരും, എൻ്റെ അമ്മ എരൂരും, എൻ്റെ സഹോദരിമാർ പള്ളുരുത്തിയിലും, സഹോദരൻ ഇവിടെ കൂത്തുപറമ്പിലും ഉൾപ്പെടെ അധിവസിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ബന്ധുബലവും 40 വർഷത്തിലധികമായിട്ടുള്ള എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച വലിയ സൗഹൃദങ്ങൾ, ഒരിക്കലും മരിക്കാത്ത സൗഹൃദത്തിനുടമകളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ ആത്മവിശ്വാസമാണ് തൃപ്പൂണിത്തുറയുടെ ചരിത്രമുറങ്ങുന്ന തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് എന്നെ വരാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ പൊതുവിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്നപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 10 കൊല്ലക്കാലം, പ്രത്യേകിച്ച് ഈ പിന്നിടുന്ന 5 കൊല്ലക്കാലം വൻകിട വികസന പദ്ധതികളും പശ്ചാത്തല സൗകര്യങ്ങളും എല്ലാം വികസിപ്പിച്ചപ്പോൾ തന്നെ ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗത്തെയും മാറ്റി നിർത്താതെ നമ്മുടെ കേരളീയ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തി
അവർക്ക് വേണ്ടിയുള്ള ക്ഷാമാനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം ഒരു നവകേരളത്തിന്റെ നിർമ്മിതിയുടെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ നവകേരളം നമ്മൾ ഭാവന സമ്പന്നമായി ദീർഘവീക്ഷണത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുള്ള ആ വികസന പരിപ്രേക്ഷ്യം വരുന്ന 4 നൂറ്റാണ്ട് കഴിയുമ്പോൾ നമ്മുടെ കേരളം വരുമാനത്തിലും ജീവിത നിലവാരത്തിലും മറ്റു വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോഴും അതെല്ലാം പ്രയോജനപ്പെടുത്താൻ നിർഭാഗ്യവശാൽ നമ്മുടെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന് കഴിഞ്ഞില്ല. ഞാൻ ഈ 5 വർഷക്കാലം വൈപ്പിൻ മണ്ഡലത്തിലാണ് പ്രതിനിധാനം ചെയ്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 5 വർഷക്കാലം 2500 കോടിയിലധികം രൂപയുടെ നടന്നതും നടക്കാനിരിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടുകൊണ്ടാണ് ആ വികസന പ്രവർത്തനങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ കരുത്തിലാണ് ഞാൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കാൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. ചരിത്രമുറങ്ങുന്ന ഈ തൃപ്പൂണിത്തുറ മണ്ഡലം സഖാവ് ടി കെ രാമകൃഷ്ണന്റെയും സഖാവ് എ പി വർക്കി ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാരഥന്മാരുടെ പാദസ്പർശമേറ്റ് ഈ പുളകം കൊണ്ട പുണ്യഭൂമി എന്നെ അനുഗ്രഹിക്കും, ആശീർവദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ പള്ളുരുത്തി മേഖല എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഇതിഹാസോജ്ജലമായ സമരത്തിന് നേതൃത്വം നൽകിയ സഖാവ് കെ നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ സ്പന്ദിക്കുന്ന ഓർമ്മകളാണ് നമുക്കൊരു നിത്യ പ്രചോദന കേന്ദ്രമായി മാറുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഒരുപാട് വിപ്ലവകാരികൾ, ഒരുപാട് സമ്പന്നരായ കലാകാരന്മാർ എല്ലാം അടങ്ങുന്ന മഹത്തായ ഒരു മണ്ഡലമാണിത്. ചരിത്രമുറങ്ങുന്ന മണ്ഡലമാണ്. നൂറുകണക്കിന് വരുന്ന ക്ഷേത്രവിശ്വാസികൾ അടങ്ങുന്ന ഒരു ക്ഷേത്ര നഗരി കൂടിയാണിത്. 1341 നമ്മുടെ മഹാപ്രളയത്തെ തുടർന്ന് മുസിരീസ് പട്ടണത്തിന്റെ തുറമുഖത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും കയറ്റുമതി ഉൽപ്പന്നങ്ങളും എല്ലാം കയറ്റുമതി ചെയ്യപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു നഗരിയാണ് തൃപ്പൂണിത്തുറ നഗരി. യൂറോപ്പിലേക്കും അതുപോലെ അറേബ്യൻ രാജ്യങ്ങളിലേക്കുമെല്ലാം നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും നമ്മുടെ സമുദ്ര വ്യാപാരങ്ങളും എല്ലാം വളർത്തിയെടുക്കുന്നതിൽ പഴയ രാജവംശക്കാലത്തെ രാജവംശജരുൾപ്പെടെയുള്ള ആളുകൾ നൽകിയ സംഭാവനകളെ ഞാൻ ഓർമ്മിക്കുകയാണ്. ആ കൊച്ചി രാജ്യത്തിന്റെ എല്ലാ നല്ല തിരുശേഷിപ്പുകളെയും ആദരവോടുകൂടി കാണുകയും അവരോടെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന, വിവിധ ജാതികളും സമുദായങ്ങളും എല്ലാം അടങ്ങുന്ന മഹത്തായ ഒരു മണ്ഡലമാണിത്. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൽ ഒരു വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു നാടാണ് തൃപ്പൂണിത്തുറ. നമ്മുടെ അത്തച്ചമയവും നമ്മുടെ വൃശ്ചികോത്സവം, അതുപോലെ കേരളത്തിലെ മഹത്തായ ശ്രീ ഭവാനീശ്വരി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുമെല്ലാം, എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങൾ മനുഷ്യ മനസ്സിനെ ഏകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ്, ആഘോഷങ്ങളാണ്. അതെല്ലാം മതസൗഹാർദ്ദത്തിന്റെ അടയാളമാണ്. ആ മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷതയ്ക്കുമെല്ലാം നിലനിൽക്കാനും ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കഴിയുന്ന ഒരു സന്ദർഭമായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ വികസനത്തിന്റെ നാളുകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. അതിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ മുന്നിലുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തുടങ്ങുകയല്ലേ? അല്ലേ? യെസ്. അപ്പൊ 25 ദിനരാത്രങ്ങൾ, രാപകലുകൾ നമ്മുടെ ചിന്തകളെ കൊണ്ട് പകലുകളാക്കി മാറ്റി ഇവിടെ കോൺഗ്രസിന്റെ അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ പണക്കൊഴുപ്പിന്റെയും എല്ലാം കോട്ടകൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി 23-25 ദിവസങ്ങൾ കഴിയുമ്പോൾ നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ സ്വയം സമർപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ സംസ്ഥാനത്തിന്റെ ഒരു ഉജ്ജ്വലമായ മുന്നേറ്റത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമതും അധികാരത്തിൽ വരാൻ, ആ അധികാരം ഉറപ്പിക്കുമ്പോൾ സഖാവ് ഉണ്ണികൃഷ്ണന്റെ വിജയം നമുക്ക് വലിയ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയണം. ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എല്ലാവരും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും അഭിവാദിക്കുന്നു.